നെല്ലിക്കാംപൊയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ.പി. സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും ലഹരിവിരുദ്ധ ദിനാചരണവും സംഘടിപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ എസ്.എച്ച്. സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ മാത്യു മുളയോലിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്ന് ഈ വാക്കുകളൊക്കെ നെഗറ്റീവായി നമ്മൾ ഉപയോഗിച്ചു. ലഹരി എന്ന് പറഞ്ഞാൽ അന്നേരം നമുക്കൊരു നെഗറ്റീവ് ചിന്ത വരുന്നു. ഡ്രഗ് എന്ന് പറഞ്ഞാൽ മരുന്നൊന്നും അർത്ഥമില്ല. അതും നമ്മുടെ അതൊരു മോശമായ രീതിയിലോട്ട് അതിന്റെ അർത്ഥം മാറിപ്പോയി. ലഹരി മരുന്ന് എന്നുള്ള രീതിയിലോട്ട് അതിനെ മാറ്റിപ്പോയി. കാരണം ആ തരത്തിലൊരു സ്വാധീനമുണ്ട്. അതുകൊണ്ട് നമുക്ക് ലഹരി മരുന്ന് വേണ്ട, ലഹരി ഉപയോഗിക്കുന്ന മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. അതിനെക്കുറിച്ചൊക്കെ സാറ് കൂടുതലായിട്ട് നിങ്ങളോട് പറയും. നമുക്ക് അച്ഛൻ പറഞ്ഞത് ഒരു നല്ല ലഹരിയെ കുറിച്ച്, അറിവിന്റെ ലഹരി, സ്നേഹത്തിന്റെ ലഹരി, സഹായത്തിന്റെ ലഹരി, ഇങ്ങനെയുള്ള ലഹരികളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം. അറിവ് നമുക്ക് വളർത്താനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലെ വിവിധ ക്ലബ്ബുകൾ നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലബ്ബുകളുടെയും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ചു കൊടുക്കുന്നു. PTA പ്രസിഡന്റ് ജോൺ അധ്യക്ഷനായി. ലഹരിവിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് എക്സൈസ് ഇൻസ്പെക്ടർ യേശുദാസൻ പി ലഹരിയുടെ ദുരുപയോഗത്തെക്കുറിച്ച് ക്ലാസ് നൽകി. മനുഷ്യച്ചങ്ങല, ലഹരിവിരുദ്ധ ഉപ്പുശേഖരണം, പോസ്റ്റർ നിർമ്മാണം, പ്ലക്കാർഡ് നിർമ്മാണം തുടങ്ങിയ പരിപാടികളും നടത്തി. സിസ്റ്റർ സ്മിജ PJ നന്ദി പറഞ്ഞു.